1980കളുടെ അവസാനത്തിൽ സുഡാനിലെ ഏകാധിപതി ഉമർ അൽ ബഷീറിന്റെ ഭരണകൂടം ഒരു സായുധ സംഘത്തെ അഴിച്ചുവിട്ടു. ജഞ്ചവീദ് എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. കുതിരപ്പുറത്തെ പിശാചുകൾ എന്നർത്ഥം. ബഷീറിന്റെ പിന്തുണയോടെ ആയുധങ്ങളേന്തി കുതിരപ്പുറത്ത് കയറി വരണ്ടുണങ്ങിയ ഡാർഫറിൽ ജഞ്ചവീദുകൾ പാഞ്ഞു കയറി. ഗ്രാമങ്ങൾ കത്തിച്ചു. കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നു തള്ളി. കൊള്ളയടിച്ചു. ബലാത്സംഗം നടത്തി. പുരുഷന്മാരെ വെടിവെച്ചു കൊന്നും കൈകാലുകൾ മുറിച്ചു മാറ്റിയും സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഈ ബലാത്സംഗത്തിന് ഇരയായവരിൽ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെയുണ്ടായിരുന്നു. ഹേമതി എന്ന് വിളിപ്പേരുള്ള ജഞ്ചവീദിന്റെ നേതാവ് മുഹമ്മദ് ഹമദാൻ ഡഗാലോ ഈ രക്തച്ചൊരിച്ചിലിൽ ഉയർന്നു വന്നയാളാണ്. അധികാരവും ഭൂമിയും സുഡാനിലെ സമ്പന്നമായ സ്വർണ്ണഖനികളും കൈയടക്കുകയായിരുന്നു ലക്ഷ്യം. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജഞ്ചവീദുകളുടെ കുതിരകളുടെ സ്ഥാനത്ത് പിക്കപ്പ് ട്രക്കുകളും ഡ്രോണുകളും എത്തി. അവരുടെ ഐഡന്റിറ്റി തന്നെ മാറി. അന്നത്തെ ജഞ്ചവീദുകൾ എന്നറിയപ്പെടുന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നാണ്, RSF എന്ന് ചുരുക്കം. വർഷങ്ങൾക്കിപ്പുറവും ഇതേ കൂട്ടക്കൊലകളും രക്തം മരവിപ്പിക്കുന്ന ക്രൂരതകളും സുഡാനിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കൺമുന്നിലെത്തുന്നു. ആഗോള രോഷമുയരുന്നു. എന്താണ് സുഡാനിൽ സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യരെ അരുംകൊല ചെയ്യുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ഫോട്ടോ. പട്ടിണിയിൽ മരിക്കാറായ ഒരു ആൺകുട്ടിയും അവന്റെ മരണം കാത്ത് തൊട്ടടുത്ത് ക്ഷമയോടെ ഇരിക്കുന്ന ഒരു കഴുകനും. കെവിൻ കാർട്ടർ പകർത്തിയ ഈ ചിത്രം 1994 ഫീച്ചർ ഫോട്ടോഗ്രാഫിക്കുള്ള പുലിറ്റ്സർ പ്രൈസ് നേടി. 4 മാസത്തിന് ശേഷം കെവിൻ കാർട്ടർ ജീവനൊടുക്കുകയും ചെയ്തു. സുഡാൻ എന്താണെന്ന് ഈ ഒരൊറ്റ ഫോട്ടോയിൽ നിന്നറിയാം. ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിയാണ് സുഡാനിലേത്. 2023 ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിന് ശേഷം 10,000 ആളുകളെ കൊന്നൊടുക്കി. 1.2 കോടി ആളുകൾ നിർബന്ധിത പലായനത്തിന് വിധേയരായി. ഏകദേശം 2.5 കോടി ആളുകൾ കൊടും പട്ടിണിയിലാണ് കഴിയുന്നത്. RSF ഈ ആഴ്ച നോർത്ത് ഡാർഫർ മേഖലയുടെ തലസ്ഥാനമായ എൽ ഫാഷർ സുഡാൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്തതോടെ മറ്റൊരു ക്രൂരമായ വംശഹത്യയ്ക്ക് സാക്ഷിയാകേണ്ടി വരികയാണ് ലോകത്തിന്. അധികാരത്തിനു വേണ്ടി സൈന്യവും അർദ്ധ സൈന്യവും തമ്മിൽ നടത്തുന്ന പോരാട്ടം സുഡാനിൽ നടക്കുന്നത് വളരെ ലളിതമായി ഇങ്ങനെ പറയാം. മുഹമ്മദ് ഹമദാൻ ഡഗാലോ നയിക്കുന്ന RSF എന്ന പാരാ മിലിറ്ററി സംഘവും ലഫ്റ്റനന്റ് ജനറൽ അബ്ദുൽ ഫത്ത അബ്ദുൾ റഹ്മാൻ അൽ ബുർഹാൻ നയിക്കുന്ന മിലിറ്ററി സംഘവും തമ്മിലാണ് സംഘർഷം. പരസ്പരം ഇവർ നടത്തുന്ന കൊലവിളികളിലും വെടിവെപ്പിലും ആക്രമണങ്ങളിലും ഇരയാകുന്നത് സാധാരണ മനുഷ്യരാണ്. പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട ആക്രമണമല്ല. ഇതിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സുഡാനിലെ ദീർഘകാല ഏകാധിപതി ഉമർ അൽ ബഷീർ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലെ ഒരു കലാപത്തെ അടിച്ചമർത്താൻ ആയുധമാക്കിയത് ജഞ്ചവീദ് ഉൾപ്പെടെയുള്ള മിലീഷ്യകളെയാണ്. 2019 മാസങ്ങളോളം നീണ്ട ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഉമർ അൽ ബഷീർ അധികാരത്തിൽ നിന്ന് പുറത്തായി. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. ബഷീറിനെ പുറത്താക്കിയിട്ടും ജനകീയ സർക്കാർ അധികാരമേൽക്കണമെന്ന ആവശ്യമുയർത്തി സുഡാനിൽ പ്രക്ഷോഭം തുടർന്നു. ഇതിനിടെ അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് സൈന്യവും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. നേതാക്കൾക്കും സൈനിക ഓഫീസർക്കും തുല്യ സ്ഥാനമുള്ള പരമാധികാര കൗൺസിൽ രൂപീകരിക്കാനും 2023 അവസാനത്തോടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താനുമായിരുന്നു ധാരണ. എന്നാൽ അട്ടിമറി നടത്തിയ സൈന്യവുമായി കരാറിൽ ഏർപ്പെട്ടതിനെതിരെ വീണ്ടും ജനകീയ പ്രക്ഷോഭമുണ്ടായി. ഇതിനിടെ ഇടക്കാല പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത അബ്ദുള്ള ഹംഡോക്ക് എന്ന രാഷ്ട്രീയ നേതാവിനെ സുഡാൻ സൈന്യം പുറത്താക്കി. അന്ന് RSF സൈന്യത്തിന്റെ സഖ്യ കക്ഷിയായിരുന്നു. തുടർന്ന് അധികാരം കിട്ടിയ സൈന്യം സുഡാനി സായുധ സേനയുടെ തലവൻ അബ്ദുൾ റഹ്മാൻ അൽ ബുർഹാനെ രാജ്യത്തിന്റെ പ്രധാന നേതാവായി നിയോഗിച്ചു. RSFന്റെ മുഹമ്മദ് ഹമദാൻ ഡഗാലോയായിരുന്നു ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ്. 2023 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഭരണം സൈന്യത്തിനായിരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ബുർഹാനും ഡഗാലോയും തമ്മിലുള്ള അസ്ഥിരമായ ഈ അധികാര പങ്കിടൽ 2023 ഏപ്രിൽ ആയപ്പോഴേക്കും തകർന്നു വീണിരുന്നു. ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വാക്കുതർക്കങ്ങളിലേക്കും പരസ്പരം ഏറ്റുമുട്ടലിലേക്കും നയിച്ചു. രണ്ടുപേരുടെയും ആഗ്രഹം സുഡാന്റെ പരമാധികാരമായിരുന്നു. സ്വയംഭരണവും പടിഞ്ഞാറൻ സ്വർണ്ണ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണവും വേണമെന്ന വാശിയായിരുന്നു RSFന്. സൈന്യവുമായി ലയിക്കണമെന്ന തീരുമാനം ഡഗാലോ എതിർത്തതോടെ കരാറിന്റെ ആയുസ്സും അവിടെ അവസാനിച്ചു. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. വെടിയൊച്ചകൾ മുഴങ്ങി. തലസ്ഥാനമായ ഖാർത്തൂമിൽ ഉൾപ്പെടെ RSF തങ്ങളുടെ സൈനികരെ വിന്യസിച്ചു. ഇതിൽ പ്രകോപിതരായ സുഡാൻ സായുധ സേന രംഗത്തിറങ്ങിയതോടെ 2023 ഏപ്രിൽ 15 ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തലസ്ഥാനമായ ഖാർത്തൂം യുദ്ധമേഖലയായി. ദിവസങ്ങൾക്കുള്ളിൽ പടിഞ്ഞാറൻ ഡാർഫർ വീണ്ടും കത്തിയെരിയാൻ തുടങ്ങി. 2 വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷം മനുഷ്യത്വത്തിന്റെ എല്ലാ നിലയും മറന്ന് മുന്നോട്ട് പോവുകയാണ്. മാനുഷിക ദുരന്തം കണക്കെടുക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമാണ് സുഡാനിൽ. വൻതോതിലുള്ള അതിക്രമങ്ങളുടെ അപകട സാധ്യത ദിവസേന വർദ്ധിച്ചു വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വടക്കൻ ഡാർഫറിന്റെ തലസ്ഥാനമായ എൽ ഫാഷർ അടുത്തിടെ RSF പിടിച്ചെടുത്തു.
കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1500-ലധികം പേരെയാണ് ഇവിടെ കൊലപ്പെടുത്തിയത്. 1.5 വർഷത്തിന് മുൻപ് എൽ ഫാഷറിൽ നടന്നതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് ലോകം കാണുന്ന കൂട്ടക്കൊലകൾ. 14,000-ലധികം മനുഷ്യർ പട്ടിണിയാലും തുടർച്ചയായ ആക്രമണങ്ങളാലും ഇവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ എൽ ഫാഷറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് അവശ്യ വസ്തുക്കളും എത്തുന്നത് RSF തടഞ്ഞിരിക്കുകയാണ്. നഗരത്തിലെ ഏകദേശം 1.2 ദശലക്ഷം ആളുകൾ കഴിഞ്ഞ 18 മാസമായി ഉപരോധത്തിലാണ്. 56 കിലോമീറ്റർ ദൂരം RSF ബാരിയറുകൾ വെച്ച് അടച്ചിരിക്കുന്നതിനാൽ മൃഗങ്ങൾക്കുള്ള തീറ്റി ഭക്ഷിച്ചാണ് ജനങ്ങൾ അവരുടെ ജീവൻ നിലനിർത്തുന്നത്. യേൽ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട എൽ ഫാഷറിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിന്റെ ഭീകരത വെളിവാക്കുന്നതാണ്. രക്തചുവപ്പാണ് ആ ഭൂമി. 2 ദിവസത്തിനുള്ളിൽ 26,000-ലധികം ആളുകൾ എൽ ഫാഷറിൽ നിന്ന് പലായനം ചെയ്തു. കുടിയൊഴിഞ്ഞു പോകുന്നവരെയും അതിക്രൂരമായാണ് RSF കൊലപ്പെടുത്തുന്നത്. എൽ ഫാഷറിലെ പ്രധാന ആശുപത്രിയിൽ ആക്രമണം നടത്തി 500-ലധികം ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. നഗരത്തിലെ ആശുപത്രി സംവിധാനങ്ങൾ മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന ഇടങ്ങളായി മാറിയെന്ന് സുഡാൻ ഡോക്ടർമാരുടെ നെറ്റ്വർക്ക് പറയുന്നുണ്ട്. ഒക്ടോബർ 25-ന് RSF നിയന്ത്രണം പിടിച്ചെടുത്തതായി പ്രഖ്യാപിച്ച അയൽ സംസ്ഥാനമായ നോർത്ത് കോർഡോഫാനിലെ ബാരയിൽ നിന്നും കൊടും ക്രൂരതകൾ പുറത്തു വരുന്നുണ്ട്. 5 സുഡാനീസ് വോളണ്ടിയർമാർ ബാരയിൽ കൊല്ലപ്പെട്ടതായും 3 പേരെ കാണാതായതായും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് അറിയിച്ചു. നിലവിൽ SAF നിയന്ത്രണത്തിലുള്ള ഒരു തന്ത്രപ്രധാന നഗരമായ എൽ ഒബീദിന് പുറത്താണ് ബാര. അറബിതര ഗോത്ര വിഭാഗങ്ങളെയാണ് RSF ലക്ഷ്യം വെക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എൽ ഫാഷർ RSFന്റെ പിടിയിലായതിന് പിന്നാലെ അറബിതര വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള 2.5 ലക്ഷത്തിലധികം ആളുകൾ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് UN-ഉം മറ്റ് മനുഷ്യാവകാശ സംഘടനകളും അവകാശപ്പെടുന്നത്. എൽ ഫാഷറിൽ നിന്ന് പലായനം ചെയ്ത ആളുകളെ RSF തേടിപ്പിടിച്ച് കൊന്നുകളയുന്നു. സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ 100 കണക്കിന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആശയവിനിമയ സംവിധാനങ്ങൾ റദ്ദാക്കിയതിനാൽ ഇവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം RSF നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സുഡാനിലെ മുഴുവൻ നഗരങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. RSF നിയന്ത്രണത്തിലായ ഖാർത്തൂം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഉള്ളത്. ആശുപത്രികൾ ബോംബിട്ട് തകർക്കുന്നു. വിമാനങ്ങൾ ഇറങ്ങുന്ന റൺവേകളും ഇവർ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. RSFും സുഡാൻ സൈന്യവും യുദ്ധക്കുറ്റങ്ങൾ നടത്തുന്നതായി UN ആരോപിച്ചിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും ഇതും നിഷേധിക്കുകയാണ്. ബുർഹാൻ നയിക്കുന്ന സുഡാൻ സായുധ സേന RSFനെ ഭീകരരായി മുദ്രകുത്തി. ഡാർഫറിലെ കൂട്ടക്കൊലകൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവർ. സുഡാൻ ആഫ്രിക്കയിലെ 3ാമത്തെ വലിയ സ്വർണ്ണ ഉൽപാദകരാണ്. അതിലധികവും RSFന്റെ കൈവശമുള്ള മേഖലകളിലാണ് ഉള്ളത്. സൗത്ത് ഡാർഫറിലെയും കോർദോഫാനിലെയും ഖനികളിൽ നിന്നുള്ള സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതായി വിവിധ ന്യൂസ് ഔട്ട്ലെറ്റുകളുടെ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ ഇന്ധനവും ഈ സ്വർണ്ണ ഖനികളിൽ തന്നെയാണുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യ, അമേരിക്ക, ആഫ്രിക്കൻ യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി സമാധാന ചർച്ചകൾ നടന്നെങ്കിലും അവയെല്ലാം തന്നെ പരാജയപ്പെട്ടു. സെപ്റ്റംബർ 12-ന് യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിനായി സൗദി അറേബ്യ, ഈജിപ്ത്, UAE എന്നിവരുമായി ചേർന്ന് US ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. സഹായം അനുവദിക്കുന്നതിനായി 3 മാസത്തേക്ക് ഒരു മാനുഷിക ഉടമ്പടിയും നിർദ്ദേശിക്കുകയുണ്ടായി. ഒടുവിൽ സ്ഥിരമായ വെടിനിർത്തൽ നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. RSF പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് അൽ ബുർഹാൻ ആദ്യം ഈ കരാർ നിരസിച്ചെങ്കിലും ഒക്ടോബർ 15-ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം ഇതിന് വഴങ്ങുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച SAFന്റെയും RSFന്റെയും പ്രതിനിധികൾ വാഷിംഗ്ടൺ DC-യിൽ പരോക്ഷ ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബർ അവസാനം കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് RSF എൽ ഫാഷർ പിടിച്ചെടുക്കുന്നത്. അധികാരഭ്രമം മൂത്ത് രക്തച്ചൊരിച്ചിൽ നടത്തുന്നതിനിടെ സുഡാനിലെ തെരുവുകളിൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇവ അടക്കം ചെയ്യാനോ സംസ്കരിക്കാനോ മാർഗങ്ങളില്ല. പുറത്തിറങ്ങിയാൽ വെടിയുണ്ടയേറ്റ് വീഴേണ്ടി വരും. അല്ലെങ്കിൽ RSF പിടികൂടി ക്രൂരമായി കൊന്നുകളയും. സുഡാനിലെ പകുതിയോളം ആളുകൾ UN-ന്റെ സഹായം ആശ്രയിച്ച് കഴിയുന്നവരാണ്. എന്നാൽ ഉപരോധം കാരണം ജനങ്ങൾ പച്ചമണ്ണ് ഭക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഇതുവരെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് സുഡാൻ. പട്ടിണി കാരണം മരണപ്പെടുന്നവരുടെ എണ്ണം കണക്കെടുക്കാൻ പോലും ആകാത്ത തരത്തിലാണ് ദിവസവും ഉയരുന്നത്. വെടിയൊച്ചകളും മരണഭയവും കൊണ്ടുള്ള നിലവിളികളും സുഡാനിൽ അവസാനിക്കാതെയാകുന്നു. ഡാർഫറിലെ ജനങ്ങൾക്ക് ഇത് ചരിത്രം ആവർത്തിക്കലല്ല. ആ മനുഷ്യർ ഇതേ ചരിത്രത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. കുതിരപ്പുറത്തെ പിശാചുകൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്തവണ കൂടുതൽ അധികാരവും അടങ്ങാത്ത രക്തദാഹവുമായി.